സത്യം എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ മുന്നിൽ വരും. അതുവരെ വയറ്റിക്കണ്ണിയായ ഈ ഏട്ടത്തി എന്റെ മുറിയിലുണ്ടാവും. എനിക്കാണെങ്കിൽ വരുന്ന ഒരാഴ്ച മെഡിക്കൽ ക്യാമ്പുണ്ട്. പോകാൻ നേരം ആ മുറി ഒഴിവാ. എടുത്തി വാ. വരാൻ. രോഹിണിയുടെ വയറ്റിലുള്ളത് വിനയന്റെ കുഞ്ഞല്ലെന്ന് ഇവര് പറഞ്ഞോടി? ഉവ്വ് പറഞ്ഞു. അത് പിന്നെ അലക്സി പറഞ്ഞു. രോഹിണിക്ക് അലക്സിയുമായിട്ട് ബന്ധമുണ്ടെന്നും ഈ സ്ത്രീ പറഞ്ഞതാ. അമ്മയാണേ സത്യം. ഈ നിമിഷം ഇറങ്ങണം രണ്ടെണ്ണോ. ഇനി ഒരു ബന്ധത്തിന്റെ കണക്ക് പറഞ്ഞ് ഈ പടി ചവിട്ടരുത്. ഇറങ്ങി പോടി ഇവിടുന്ന്. ഇറങ്ങി പോവാൻ. ഹരിയേട്ടാ, എത്ര ദിവസമായി കണ്ടിട്ട്. നാട്ടിൽ വന്നിട്ട് എന്നെ ഒന്ന് കാണാൻ വരാൻ തോന്നിയോ ഹരിയേട്ടന്? കാണാൻ തോന്നിയില്ല, സത്യം. അത്രയ്ക്ക് ഫോൺ വിളിച്ച് വെറുപ്പിക്കായിരുന്നു നീ എന്നെ. എന്നെ കൊണ്ട് പറ്റുന്നില്ല ഹരിയേട്ടാ. അതുകൊണ്ടാ എത്രയും പെട്ടെന്ന് നാട്ടിലെത്താൻ പറഞ്ഞ്. ഞാൻ നാട്ടിലെത്തിയല്ലോ. ഇപ്പൊ തീർന്നു നിന്റെ പ്രശ്നം. നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവനാ ഞാൻ, അതും വിദേശത്ത്. ഇങ്ങനെ തോന്നുമ്പോ ഇറങ്ങി വന്നാൽ എന്റെ ജോലി പോവും. അത് നീ മനസ്സിലാക്കണം. ഇഷ്ടപ്പെട്ടു എന്നുള്ള ശരിയാ. ആര് പറഞ്ഞാലും മനസ്സിൽ നിന്ന് പറിച്ചു മാറ്റാനും പറ്റില്ല. എന്ന് വെച്ച് ഞാൻ നിനക്കും നീ എനിക്കൊരു ബാധ്യതയാവരുത്. അങ്ങനൊന്നും പറയാതെ ഹരിയേട്ടാ. എന്റെ വീട്ടിലെ അവസ്ഥ വെച്ച് എനിക്കവിടെ കഴിയാൻ പറ്റുന്നില്ല. മൂത്ത മകളല്ലേ ഞാനൊരു ഗുണമില്ലാതെ അവിടെ നിൽക്കുമ്പോഴാ മെഡിസിന് പഠിക്കുന്ന എന്റെ അനിയത്തി എന്തൊക്കെയോ ചെയ്ത് വിനേട്ടന്റെ കടം വീട്ടിയത്. ചികിത്സയ്ക്ക് ചെലവാക്കി, എന്റെ കല്യാണത്തിന് ചെലവാക്കി. അന്ന് എന്താ ഉണ്ടായെന്ന് ഹരിയേട്ടൻ അറിയാലോ. ഒരു പൈസക്ക് എന്നെ കൊണ്ട് ഗുണമില്ലാതെ അധികപ്പെട്ടായിട്ട് ആ വീട്ടിൽ നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നി. ഞാനിതൊക്കെ ഹരിയേട്ടനോടല്ലാതെ പിന്നെ ആരോടാ പറയാ? നീ പറയുന്ന പ്രശ്നങ്ങളൊക്കെ നിന്ന നിൽപ്പിൽ ഇല്ലാതാക്കാൻ പറ്റില്ല എന്ന് നിനക്കും അറിയാം. ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നിന്നെയും കൊണ്ട് അമ്മയുടെ മുന്നിൽ ചെല്ലാൻ പറ്റില്ല. എന്ന് വെച്ച് നിന്റെ മനസ്സറിയാവുന്നതുകൊണ്ടാ അമ്പലത്തിൽ വെച്ച് നിയമപരമായി താലി കെട്ടിയത്. നിന്റെ മനോഗതി അങ്ങനെയെങ്കിലും മാറുമെന്ന് കരുതി, താലി ഒരു ബലമാവട്ടെ എന്ന് കരുതി. എന്നിട്ടും നീ ഒക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ദേ, ഈ താലിയുടെ ബലത്തിലാ ഞാനിപ്പോ ജീവിക്കുന്നത് തന്നെ. എനിക്കങ്ങനെ തോന്നുന്നില്ല. ആ താലി ഇപ്പോ എന്നെ നിയന്ത്രിക്കാനുള്ള ചരടായി മാറിയ പോലെ എനിക്ക് തോന്നുന്നത്. എന്നോടൊപ്പം ചേർന്ന് നിന്ന് എന്നോട് ഇത്ര വാശി പാടില്ല ഇവരെ. സോറി ഹരിയേട്ടാ, ഞാൻ അങ്ങനൊന്നും കരുതിയില്ല. അന്ന് അമ്പലത്തിൽ നിന്ന് സർട്ടിഫിക്കറ്റും ഫോട്ടോയും കിട്ടിയപ്പോ ഞാൻ എത്ര സന്തോഷിച്ചെന്നറിയോ. എന്റെ ഗതികേടിന് ആ ഫോട്ടോയൊക്കെ രോഹിണി കണ്ടു. അതാ പ്രശ്നം. കണ്ടോ? എന്നിട്ട് ഇതുവരൊന്നും പറ്റിയില്ല. എന്തോ ഭാഗ്യത്തിന് എനിക്ക് ഫോട്ടോ എടുത്ത് മാറ്റാൻ പറ്റി. പക്ഷേ
അവരുടെയൊക്കെ ഉള്ളിൽ ഇപ്പൊ ഒരു സംശയം വീണിട്ടുണ്ടോന്നാ എന്റെ ഒരു സംശയം. ശരി, ഇതിനൊക്കെ ഇനി ഞാനെന്ത് ചെയ്യാനാ? എപ്പോഴായാലും അറിയേണ്ടതാണെന്ന് സമാധാനിക്കുക, അത്ര തന്നെ. എനിക്കങ്ങനെ കരുതാൻ പറ്റുമോ? ഞാനൊരു പെണ്ണല്ലേ. വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങൾക്കിടയിലും സ്വന്തം കാര്യം നോക്കിയവളായിട്ട് അവരെന്നെ കുറ്റപ്പെടുത്തില്ലേ? അപ്പോ ഞാൻ പിന്നെ എന്ത് ചെയ്യണമെന്നാ നീ പറഞ്ഞു വരുന്നത്? മുമ്പൊരിക്കൽ കൂട്ടുകാരോട് പറഞ്ഞ് എവിടെയെങ്കിലും വീടെടുത്ത് താമസിപ്പിക്കാന്ന് ഹരിയേട്ടൻ പറഞ്ഞില്ലേ? അങ്ങനെ എന്തേലും ചെയ്താൽ മതി, നമുക്ക് അങ്ങോട്ട് മാറാമല്ലോ. വിമലെ, അന്ന് ഞാനങ്ങനെ പറഞ്ഞെന്നുള്ളത് ശരിയാണ്. പിന്നീട് ആലോചിച്ചപ്പോ അതിനുള്ള സാഹചര്യമെല്ലാം നമുക്ക് രണ്ടുപേർക്കൊന്ന് ബോധ്യമായതുകൊണ്ടാ നിന്റെ ഉറപ്പിന് അമ്പലത്തിൽ വെച്ച് താലി ചാർത്തിയത്. ശരി, അങ്ങനെയാണെങ്കിൽ എനിക്കിപ്പോ ഇവിടെ തലയുയർത്തി നിൽക്കാൻ മറ്റൊരു മാർഗമുണ്ട്. ഹരിയേട്ടൻ അത് ചെയ്തുതരാൻ പറ്റുമോ? എന്ത് മാർഗം? അത് മറ്റൊന്നുമല്ല, വിസ്മയം മുടക്കിയ കാശ് ഹരിയേട്ടൻ എനിക്ക് സംഘടിപ്പിച്ചു തരണം. ഞാനത് അവക്ക് കൊടുത്ത് ആ ടെക്സ്റ്റൈൽസ് എന്റെ പേരിൽ എഴുതി വാങ്ങും. എന്തു പറയുന്നു? വിമലെ, സത്യം പറയട്ടെ, നിന്നെ ഞാൻ ഇഷ്ടപ്പെട്ടത് കുട്ടികൾക്ക് പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന കരുണയും വാത്സല്യവും അനുകമ്പയും ഒക്കെയുള്ള ഒരു സ്ത്രീയാണെന്ന് കരുതിയിട്ടാണ്. ചെറിയ ചില കുശുമ്പും കുണ്ടായ്മയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പണ്ട് നീ വളരെ നല്ലവളായിരുന്നു. പക്ഷേ എന്ന് ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയോ അന്നു മുതൽ നീ വേറൊരാളാ. ഭർത്താവ് ഗൾഫിലിരുന്ന് കോടികൾ ഉണ്ടാക്കുന്നെന്ന് ഞെളിയുന്ന ഏതോ സീരിയൽ കഥാപാത്രമായി നീ മാറിയിരിക്കുന്നു. സ്വയം ജയിക്കലല്ല, മറ്റുള്ളവരെ തോൽപ്പിക്കല നിന്റെ ആവശ്യം. അത്തരം ഒരു തോൽപ്പിക്കലിന് നീ എന്നെ പ്രതീക്ഷിക്കരുത്. കെട്ടിയ താലി ഇതേ കൈകൊണ്ട് അഴിപ്പിക്കരുതെന്നർത്ഥം. തൽക്കാലം കൂടുതലൊന്നും പറയുന്നില്ല, നീ വീട്ടിൽ പോ നോക്ക്. ഞാൻ ഗൾഫ് വീക്ഷിക്കുക, അത് മാത്രം മനസ്സിൽ വെച്ചാൽ മതി. ശങ്കുണ്ണിയേട്ടാ, ആ കുഞ്ഞെ, സുഖമല്ലേ? കുറച്ച് നാളായല്ലോ കണ്ടിട്ട്. സുഖം തന്നെ. കാണാനൊരു അവസരം ഇല്ലാത്തതുകൊണ്ടല്ലേ. അല്ല, എന്തൊക്കെയാ ഇവിടുത്തെ കാര്യങ്ങൾ? എല്ലാവർക്കും സുഖം? അതൊന്നും പറയണ്ട കുഞ്ഞെ, കുഞ്ഞിനറിയാവുന്നതല്ലേ 8-10 കൊല്ലത്തെ കഥകളൊക്കെ. കാര്യങ്ങൾ അങ്ങനെ തന്നെ പോകുന്നു. കുഞ്ഞു പിന്നീട് അങ്ങോട്ട് വന്നില്ലല്ലോ, എന്തു പറ്റി? ഇടയ്ക്ക് വരണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആലോചിച്ചപ്പോ ഇനി അതൊന്നും ശരിയാവുന്നു തോന്നുന്നില്ല. കുഞ്ഞു വക്കീൽ നോട്ടീസ് എന്തോ അയച്ചു, തമ്മിൽ പിരിയുകയാണ്, ഇപ്പൊ പിരിയും എന്നൊക്കെ അവിടെ കേട്ടായിരുന്നു. ഉള്ളതാണോ കുഞ്ഞെ? ഒരരിശത്തിന് അയച്ചെന്നേ ഉള്ളൂ. പിന്നെ കോടതി കയറി ഇറങ്ങാനുള്ള കാര്യം ആലോചിച്ചപ്പോ ഒന്നും മുന്നോട്ട് കൊണ്ടുപോയില്ല. അയ്യോ, അതൊന്നും വേണ്ട കുഞ്ഞെ. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം മാറിയാലോ. അവര് 2 അമ്മമാരും ഒരുപാട് അസുഖങ്ങളുള്ള കൂട്ടത്തിലാ. എന്നും ഒരുപിടി ഗുളിക കഴിക്കുന്നത് കാണും. മനുഷ്യാവസ്ഥയല്ലേ, ഏതാ എപ്പോഴാണെന്നൊന്നും അറിയില്ല. ഞാൻ പറയാൻ പാടില്ലാത്തതാ, എന്നാലും പറയുക. ഏതെങ്കിലും ഒന്ന് പോയാൽ തീർന്നു കുഞ്ഞെ അവരുടെ അഹങ്കാരം. അപ്പോഴെങ്കിലും നിങ്ങൾക്ക് സമാധാനമായി ഒരുമിച്ച് കഴിയാൻ പറ്റിയാലോ? അതൊന്നും എനിക്കൊരു പ്രതീക്ഷയില്ല. ദുഷ്ടനെ പന പോലെ വളർത്തുമെന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ അവിടുത്തെ അമ്മമാരുടെ കാര്യം. അവറ്റകൾക്കും അവിടെ വലിയ സമാധാനമൊന്നുമില്ല കുഞ്ഞെ. എപ്പോഴും വിഷം തിന്ന നായ പോലെ ഓടി നടക്കുന്നത് കാണാം. അജിക്കുഞ്ഞുമായി പോലും അത്ര നല്ല സുഖത്തിലൊന്നുമല്ല. അതിനെ എന്തോ മറച്ചു വെച്ച് പറ്റിക്കുന്നുണ്ടെന്ന് ഉറപ്പാ. സ്വന്തം മകനെ എന്ത് പറഞ്ഞ് പറ്റിക്കാൻ? ഞാൻ അവിടെ ഉള്ള കാലത്ത് എന്റെ കാര്യം പറഞ്ഞ് ഉള്ള നുണകളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് എന്നുള്ളത് ശരിയാ. ഇപ്പൊ പക്ഷേ എന്താ അതിന്റെ ആവശ്യമൊന്നും മനസ്സിലായില്ല. അതൊന്നും എനിക്കറിയില്ല. ഏതോ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നിട്ടാ ഇപ്പൊ അവരുടെ കളി. പെൺകുട്ടിയോ? ഏത് പെൺകുട്ടി? അതൊന്നും എനിക്കറിയില്ല. അജിക്കുഞ്ഞ് കാണാതെ ഒളിച്ചും പാത്തും കൊണ്ട് നടന്നാ സൽക്കരിക്കുന്നത് കണ്ട അസൂയ തോന്നും. എന്താ കാര്യമൊന്നും മാത്രം പിടികിട്ടിട്ടില്ല ഇതുവരെ. പെൺകുട്ടിയെ സൽക്കരിക്കലോ? എന്തിനാ? എനിക്കറിഞ്ഞൂടാ.
പെൺകുട്ടിയെന്ന് പറഞ്ഞാ കുഞ്ഞു കുട്ടിയൊന്നുമല്ല. 10-25 വയസ്സ് കാണും ആ പെൺകൊച്ചിന്. അതാരാ? അവരുടെ ബന്ധത്തിലും വകയിലും അങ്ങനെ ഒരാളില്ലല്ലോ. കഴിഞ്ഞ 10 വർഷമായിട്ട് എനിക്കറിയാത്ത ആരാ അത്? അതിന്റെ പേരെന്താ? പേരൊന്നും എനിക്കറിയില്ല. അവരുടെ സൽക്കാരവും കാട്ടിക്കൂട്ടലും കണ്ട അജിക്കുഞ്ഞിനെ കൊണ്ട് കെട്ടിക്കാനാണോ എന്ന് തോന്നുന്നു. പക്ഷെ അങ്ങനെയാണെങ്കിൽ അജിക്കുഞ്ഞിന് കാണാനും ഇടപെടാനും ഉള്ള സൗകര്യം ചെയ്യലല്ലേ വേണ്ടത്. ഇതങ്ങനെയൊന്നുമല്ല. കുഞ്ഞ് ഈ വഴിയെ വരുമ്പോ ആ പെണ്ണിനെ വേറെ വഴിയെ കൊണ്ടുപോകും. ആകെ കൂടെ ഒരു പന്തിയില്ലായ്മ ഉണ്ട് അവിടെ. അത് ചിലപ്പോ ഇനി ശിവനങ്ങളുടെ കല്യാണക്കാര്യത്തിനോ മറ്റോ ആണെങ്കിലോ? ഹേ, അല്ലെന്നേ. അതൊക്കെ കണ്ട എനിക്ക് മനസ്സിലാവില്ല കുഞ്ഞെ. ഇത് വേറെ എന്തോ രഹസ്യ ഇടപാടാണ്. ആ കുഞ്ഞിന്റെ മുഖം കണ്ട ഏതോ നല്ല വീട്ടിലെ അടക്കം ഒതുക്കമുള്ള കുട്ടിയാണെന്നേ തോന്നുന്നു. അതുകൊണ്ട് വേറൊരു തരത്തിലും വഴിവിട്ടതാണെന്ന് പറയാൻ പറ്റില്ല. അജിക്കുഞ്ഞാണെങ്കിൽ ഇതൊന്നും അറിയാത്ത നിർഗുണ പരബ്രഹ്മം പോലെ നടക്കും. കുറെ കാലത്തിന് ശേഷം ഇത്തവണ അമേരിക്കയ്ക്ക് പോകുമ്പോൾ തിരിച്ചു വരുമെന്നോ കണ്ടുപിടിക്കുമെന്നോ ഒക്കെ വെല്ലുവിളിച്ചു പോകുന്നത് കണ്ടു. ഒരു നിലയ്ക്ക് കുഞ്ഞാ ഇരുമ്പ് കൂട്ടിയെന്ന് രക്ഷപ്പെട്ടത് നന്നായി. ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള സമാധാനമല്ലേ ഉള്ളൂ. എന്നെങ്കിലും അജിക്കുഞ്ഞ് സത്യാവസ്ഥയൊക്കെ അറിയും. അന്ന് ആ വീട്ടിൽ ഭൂകമ്പം നടക്കുമെന്ന് ഉറപ്പാ. ശരിയപ്പോ നേരം താമസിച്ചു. സമയത്ത് ചെന്നില്ലെങ്കിൽ ആ പട്ടാളക്കാരി എന്നെ കോർട്ട് മാർഷൽ നടത്തി കളയും. അപ്പോ പൊയ്ക്കോട്ടെ കുഞ്ഞെ. കണ്ടതിൽ വലിയ സന്തോഷം. നിക്കണേ, ഞാനിപ്പോ വരാം. ഒരു മിനിറ്റ്. ഇത് വെച്ചോളൂ. മാസാമാസം വീട്ടിലേക്ക് കാശ് അയക്കാനുള്ളതല്ലേ? അയ്യോ, ഇതൊന്നും വേണ്ടായിരുന്നു. പോട്ടെ കുഞ്ഞെ. ആ, ശരി. അതാരാ? 25 വയസ്സുള്ള അമ്മമാരെ സൽക്കരിക്കുന്ന പെൺകുട്ടി. അജിക്ക് വേണ്ടി എനിക്ക് പകരം വെക്കാൻ കൊണ്ടുവന്നതായിരിക്കോ? എന്നാ അതാരാണെന്ന് അറിയണമല്ലോ. എടോ, ഈ സ്ഥാപനത്തിനൊരു സൽപ്പേരുണ്ട്. എടുത്തുകൊണ്ടുവരുന്നവർ എഴുന്നേറ്റ് നടന്നു പോകുന്ന ഒരു സ്ഥാപനമാണ്. എഴുന്നേറ്റ് പോയവരും പോകുന്നവരൊക്കെ പൊയ്ക്കോട്ടെ. വൈദ്യരോട് വിനയൻ എഴുന്നേറ്റ് പോകുന്ന കാര്യത്തിൽ മാത്രമല്ലേ ഞാൻ അഭിപ്രായ വ്യത്യാസം പറഞ്ഞോളൂ. ആ കാര്യത്തിൽ ഞങ്ങൾ പറയുന്നവരെ ഈ സ്റ്റാറ്റസ് തുടർന്നാൽ മതി, പ്ലീസ്. എടോ, കാശ് തരുന്നെന്ന് കരുതി ഇതൊരു മഹാഭാവമാണോ? എന്താ തനിക്ക് അയാളുമാരുടെ പ്രശ്നം? ശരിക്കും അയാൾ തന്റെ ബന്ധുവോ മറ്റോ ആണോ? വല്ല സ്വത്ത് കിട്ടാൻ വേണ്ടിയോ മറ്റോ ആണോ ഇതൊക്കെ? വൈദ്യരെ, അതൊന്നും നിങ്ങളെ സംബന്ധിക്കുന്ന വിഷയമല്ലല്ലോ. ദേ, കാര്യവും കാരണമൊന്നും നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. പറഞ്ഞതുപോലെ അങ്ങ് ചെയ്താൽ മതി. അതിന്റെ പേരിലുണ്ടാകുന്ന ശാപമൊക്കെ ഞങ്ങൾ അങ്ങ് സഹിച്ചോളാം. താൻ എന്തു മനുഷ്യനാണോ? ഒരേ പല്ലവി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. താൻ പറഞ്ഞതൊക്കെ അക്ഷരമതി ഞാൻ അനുസരിച്ചിട്ടുണ്ടെങ്കിലും ഗുരുകാരണവന്മാരെ ഓർക്കുമ്പോ ഉള്ളിലൊരു ആദിയാ. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ പറയും പോലെ എത്ര കാലം അയാളെങ്ങനെ കിടത്താൻ പറ്റും? ഇനി എതിർ ചികിത്സ ഒന്നും ചെയ്യണ്ടെന്ന് വെക്കാം. പാവം, അയാൾ എഴുന്നേറ്റ് പൊയ്ക്കോട്ടെ. അതിന് വേണമെങ്കിൽ അയാൾ എഴുന്നേറ്റ് പൊയ്ക്കോട്ടെ. അതിന് ഞങ്ങൾ തടസ്സം നിൽക്കുന്നില്ല. പക്ഷേ അത് സ്വബോധത്തോടെ ആവാതിരുന്നാ മതി. എന്താ, അത് പറ്റുമോ വൈദ്യർക്ക്? ഓഹോ, അക്കാര്യത്തിൽ തനിക്ക് വിരോധമൊന്നുമില്ല അല്ലേ? ഓ, അത്രേ ആശ്വാസം. തൽക്കാലം അയാളുടെ സ്വബോധമാണ് തന്റെ പ്രശ്നം. അതെ, അയാൾ പഴയതൊന്നും ഓർക്കരുത്, അതാണ് പ്രശ്നം. ആവൂ, അത്രേ ആശ്വാസം. ഈ കിടപ്പിൽ ബോധം ഇല്ലാണ്ടാക്കലാണെങ്കിൽ എളുപ്പമാണ്. പക്ഷേ ആ അവസ്ഥ എത്തിയാൽ അയാളുടെ ബന്ധുക്കൾ ഒരുപാട് അനുഭവിക്കേണ്ടി വരും. അതാണ് കഷ്ടം. ആ കഷ്ടമൊക്കെ ആലോചിച്ച് വൈദ്യരെന്തിനാ കാട് കയറുന്നേ? ദേ, പണം
ദേ പറഞ്ഞ തുകയുണ്ട്, ഇനി വേണോ പറഞ്ഞാ മതി. പക്ഷേ റിസൾട്ട് കിട്ടണം. എന്താ സമ്മതമല്ലേ? ആയിക്കോട്ടെ, സമ്മതിച്ചല്ലേ പറ്റൂ. ധന്വന്തരി രക്ഷിക്കണേ. സാറെന്താ ഇവിടെ? അല്ല അത് പിന്നെ ചൗധരി അമ്മയ്ക്ക് കഷായം വാങ്ങിക്കാൻ വേണ്ടി വന്നതാ. എന്നിട്ട് കഷായം എവിടെ? അത് പാഴ്സൽ ചെയ്ത് വണ്ടി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ മൊബൈൽ മറന്നു വെച്ചത് തിരിച്ചെടുക്കാൻ വേണ്ടി കയറിയതാ. അല്ല എന്താ ഇവിടെ, ഏട്ടനെ ഡിസ്ചാർജ് ചെയ്തില്ലേ? ഇല്ല, ഏട്ടൻ പെട്ടെന്ന് വീണ്ടും പഴയ മോശം അവസ്ഥയിലായി. അയ്യോ ആണോ? അറിഞ്ഞില്ലല്ലോ. അല്ല ആളെവിടെ കിടക്കുന്നേ? വരും. വിനേട്ടാ, ഞാൻ വിസ്മയുടെ ഫ്രണ്ടാ. ഏട്ടനെ കാണാൻ വേണ്ടി വന്നതാ. ഏയ്, അതൊന്നും പറഞ്ഞ വിനേട്ടന് മനസ്സിലാവുന്ന അവസ്ഥയിലല്ല. എന്നാ പിന്നെ ഞാൻ വരട്ടെ. ഒക്കെ ശരിയാവും, സമാധാനമായിട്ടിരിക്കും. പിന്നെ ഇവിടെ എന്തെങ്കിലും ആവശ്യം പണത്തിനും മറ്റും ഉണ്ടാവുകയാണെങ്കിൽ പറയാൻ പഠിക്കണ്ട. വൈദ്യര് ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ആളാ. ഈ കിടപ്പ് കാണാനാണോ വിനേട്ട ഞാൻ ഈ ചെയ്തതൊക്കെ? ഏട്ടനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഏട്ടന്റെ ഈ കുഞ്ഞനുജത്തി എന്തൊക്കെ ചെയ്തു എന്നറിയോ? എന്റെ പ്രായത്തിലുള്ള ഒരു പെണ്ണിന് പോവേണ്ടാത്ത വഴിയിലൂടെ ഒക്കെ ഞാൻ പോയി. നെഞ്ചു പൊട്ടിപ്പോകുന്ന വേദന അനുഭവിച്ചു. ഒക്കെ നമ്മുടെ കുടുംബത്തിനും ഏട്ടനും വേണ്ടിയായിരുന്നു. എന്നിട്ടും ഏട്ടന്റെ ഈ കിടപ്പ് കാണുമ്പോ സഹിക്കുന്നില്ല എനിക്ക്. ഞാൻ ഡോക്ടറാവുക എന്നത് ഏട്ടന്റെ സ്വപ്നമല്ലേ ഏട്ടാ? അവസാനം വരെ ഏട്ടന്റെ വിസ്മയം അതിന് ശ്രമിച്ചു, പക്ഷെ തോറ്റുപോയി. ഒന്ന് പുറത്തിറങ്ങി നിൽക്കി, ചികിത്സ തുടങ്ങാനുണ്ട്. വൈദ്യര് വെളിയിൽ പോയിരുന്നാ മതി.